ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ ഒരു 5 സ്റ്റാർ സ്റ്റൈലിലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണ്ടിട്ടാണ്. മുട്ട റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും, പക്ഷേ എൻ്റെ രീതിയിൽ ഒരു പ്രത്യേക സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പാത്രം മാറ്റുന്ന വെച്ചാൽ ഇതിൽ കൊള്ളില്ല, ചെറിയ കറി ഗ്രേവിക്ക് ആകുമ്പോൾ ഈ പാത്രം നിറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാത്രം മാറ്റുന്നത് കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവോളയും പച്ചമുളകും ഇട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഒരു 3-4 സവോള, നമ്മുടെ മുട്ട എന്തോരം ഉണ്ട് അപ്പം നമുക്ക് ഗ്രേവിയും കൂടി വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം സവോള എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത് ഞാൻ ചതച്ച് പേസ്റ്റാണെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഉപ്പിട്ടിട്ട് നന്നായി ചതച്ച് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെയാവും. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് നമ്മുടെ എന്തോരം ഗ്രേവി വേണം അതിനാവശ്യമുള്ളതാണ് കേട്ടോ. ഇതെല്ലാം ഗരം മസാലയുടെ അത് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പൈസസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിൽ കൂടെ നമ്മൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകല്ലേ, അതും കൂടി അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നട്ട്സ്, അത് ബാക്കി 2-3 നട്ട്സ് ഉണ്ടായിരുന്നതാണ്, അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആക്കിയിട്ടുള്ളതല്ല. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നട്ട്സ്, കാഷ്യൂ നട്ട്സ്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ മസാല ഒക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. പഴുത്ത തക്കാളി ഇട്ട് കൊടുത്താണല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് മെൽറ്റായിട്ട് വരും ചെയ്യും. പച്ചയാകുമ്പോൾ അങ്ങനെ നമ്മൾ ചൂടാക്കിയാലും അങ്ങനെ കല്ല് പോലെ കിടക്കും. പിന്നെ നമുക്കിത് വല്ലാണ്ട് മെൽറ്റാവൊന്നും വേണ്ട. 2 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്നിട്ട് അതിലത്തെ കുറച്ച് ഗ്രേവി, അധികം തക്കാളിയും കൂടിയിട്ടുള്ള ആ ഗ്രേവി നമ്മൾ മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ സവോള നമ്മൾ ചവറ് പോലെയോ മുട്ട റോസ്റ്റ്, അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് മാറ്റിയിട്ട് മിക്സിയിൽ പട്ട് പോലെ ചാന്ത് പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കുറുകുറ്, നമ്മൾ 5 സ്റ്റാറിൽ നമ്മൾ മേടിക്കുമ്പോൾ ഓരോ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല കുറുമ പോലെ കുറുകുറുന്നതായിരിക്കും മുട്ട റോസ്റ്റ്. അപ്പം നമ്മൾ ഇത് എങ്ങനെ ഇത് നമ്മൾ ആക്കുമ്പോൾ കംപ്ലീറ്റ് ചവറ് പോലെയല്ല, പക്ഷേ ഇത് ഇങ്ങനെ മിക്സിയിലടിച്ചിട്ട് നമ്മളൊന്ന് ഇതുപോലെ ആക്കി നല്ല കുറുകുറുന്നു, നല്ല അടിപൊളി. നമ്മുടെ പണി കഴിഞ്ഞു, മുട്ട റോസ്റ്റ് അടിപൊളിയായിട്ട് വന്നു. ഇതൊന്നും വറ്റിക്കണം കേട്ടോ, ഒന്ന് കുറുതായിട്ട് വരണം. ഒന്ന് തണുത്തതിന് ശേഷം സംഭവം കുറുതായി വരും കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കസ്തൂരി മേത്തി. അത് ഓപ്ഷനിലാണ്. ഇതില്ലാണ്ട് തന്നെ സൂപ്പർ മണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും നല്ല, ഞാൻ പറയില്ല, 5 സ്റ്റാർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നോക്കിയാൽ തണുത്ത് വന്നപ്പോൾ നല്ല കുറുന്ന പോലെ കണ്ടോ, കുറുമ പോലെ കണ്ടോ. ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്, നല്ല കുറുന്ന് തന്നെ വരും മുട്ട റോസ്റ്റ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂടിയോ